വചനജായ 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 വചനജായ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദിതനായ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഈസ്റ്റർ സീസണിലെ 4ാമത്തെ ഞായറാഴ്ചയിലാണ്. ഇന്നത്തെ 1ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് പൗലോസും ബർണബാസും ഫിസിദ്യായിലെ അന്ത്യോക്യയിലെത്തിയിരിക്കുക. അവിടുത്തെ സിനഗോഗില് സമ്മേളനം കഴിഞ്ഞ് കുറേയധികം പുതുതായി വിശ്വാസം സ്വീകരിച്ച യഹൂദരും വിജാതീയരുമൊക്കെ ഇവരെ ശ്രവിക്കുന്നു. പൗലോസിനോടും ബർണബാസിനോടും സംസാരിക്കുന്നു. വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ഇവർ ഈ പുതുതായി വിശ്വാസം സ്വീകരിച്ച യഹൂദരും മറ്റു കുറച്ച് വിജാതീയരും അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ വചനത്തിൻ്റെ വിത്ത് ഇവർ വിതച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം അന്ന് ആ ആഴ്ച സാബത്ത് ദിവസം അവിടെ നിന്ന് പോയവരെ അടുത്ത സാബത്തിൽ വരുമ്പോൾ വളരെയധികം ജനസമൂഹത്തോടു കൂടിയാണ് ഇവരെ ശ്രവിക്കാൻ വരുന്നത്. ഒരുപക്ഷെ ഈ സഹോദരങ്ങൾ പുതുതായി വിശ്വാസം സ്വീകരിച്ചവർ, പൗലോസിനോടും ബർണബാസിനോടും സംസാരിച്ചവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെച്ചത് കൊണ്ടാവാം വലിയൊരു ജനസമൂഹം ഇവരെ ശ്രവിക്കാൻ വരുന്നു. പ്രശ്നം ഇപ്പോൾ ഇത്രയും ജനസമൂഹം വന്ന് പൗലോസും ബർണബാസും സംസാരിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ സ്ഥാപിത താല്പര്യക്കാരായ യഹൂദജനത്തിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അവര് അസൂയാലുക്കളായിത്തീരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഈ അസൂയ എന്തെല്ലാം ഉണ്ടാക്കുന്നു? ഒരുതരം ഫിയർ ഓഫ് ലോസ്, അവർക്ക് എന്തോ നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും അസൂയ ഉണ്ടാകുന്നത്. രണ്ടാമത്തത് ഒരു ഇൻസെക്യൂരിറ്റി, എന്തൊക്കെയോ ഇനി സംഭവിക്കാൻ പോകുന്നു, അരക്ഷിതാവസ്ഥ ഉണ്ടായേക്കും ജീവിതത്തിൽ എന്നുള്ളൊരു ഭയം. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് താല്പര്യങ്ങൾക്ക് ചേർന്നതല്ല ഈ രീതി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ എതിർക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാൽ ഈ ജനം പൗലോസിനും ബർണബാസിനും എതിരായിട്ട് ദൂഷണം പരത്തുകയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള സ്വാധീനമുള്ള സ്ത്രീകളുടെ മറ്റു പ്രമാണിമാരുടെയും മധ്യത്തിൽ ഇവർക്കെതിരായിട്ട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ 1ാമത്തെ വായനയിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുമെന്ന് ഭയന്ന് സത്യത്തെ ഉപേക്ഷിക്കാൻ, തള്ളിക്കളയാൻ, അതിനെ എതിർക്കാനുള്ളൊരു സ്വഭാവം പലപ്പോഴും നമ്മളിലും രൂപപ്പെടാറുണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ബർണബാസും പൗലോസും വളരെ ധൈര്യത്തോടെ പറയുന്നു, ആദ്യം ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളത് സ്വീകരിക്കാഞ്ഞതിനാൽ, തള്ളിക്കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ വിജാതിരുടെ അടുക്കിലേക്ക് അവർക്ക് ഒരു ദീപമായി ദൈവം ഞങ്ങളെ അയക്കുന്നു എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് ആദ്യം ഇത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പൗലോസ് പറയുന്നത്? കാരണം ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാക്ക്, നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും എന്നുള്ള വാക്ക്. അതുകൊണ്ട് ദൈവം അവരോട് ആദ്യം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അപ്പോസ്തലന്മാരെ അയച്ചു എന്നുള്ളതാണ്. ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം തൻ്റെ നിയമവും പ്രവചനങ്ങളും ഒക്കെ ഏൽപ്പിച്ചത് ഇസ്രായേൽ ജനത്തിനാണ്. അപ്പോൾ അവരോടൊരു പ്രത്യേക പരിഗണന ദൈവം ഈ വിഷയത്തിലും കാണിക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ യേശു പറയുന്നു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ കണ്ടെത്തുവാനായിട്ടാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യയാണ് ഈശോ പ്രവർത്തിച്ചതും തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലും നിർവഹിച്ചത്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അവിടുന്ന് വിശ്വസ്തനാണ് തൻ്റെ വാക്കുകളിൽ. പക്ഷേ അവർ കർത്താവിനെ സ്വീകരിക്കുവാൻ, ദൈവ പദ്ധതികളെ സ്വീകരിക്കുവാൻ, ദൈവവചനം ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ
തയ്യാറായില്ല. അതിനാൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു. നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും, അവർ എന്നെ അറിയുന്നു, ഞാൻ അവരെ അറിയുന്നു, അവരെന്നെ അനുഗമിക്കുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. ഈശോയുടെ ആടുകൾ അവിടുത്തെ അനുഗമിക്കാനായിട്ട് തയ്യാറുള്ളവരാണ്. ഈ ഉപമ അല്ലെങ്കിൽ ഈ പ്രതീകം ഈശോ അവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പശ്ചാത്തലം പലസ്തീനിയൻ പശ്ചാത്തലമാണ്. പലസ്തീനിയക്കാര് ആട്ടിടയന്മാര് പല ഗ്രൂപ്പുകളായിട്ട് അവരുടെ ആടുകളെ മേയ്ക്കും. രാത്രികാലങ്ങളിൽ അവരെല്ലാവരും ആടുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ആടുകളുടെ സുരക്ഷതയ്ക്ക് വേണ്ടി ചുറ്റും കിടന്നുറങ്ങും എന്നാണ് പറയപ്പെടുന്നത്. നേരം വെളുക്കുമ്പോൾ ഈ ആട്ടിടയന്മാർ അവരുടെ ആടുകളെ പ്രത്യേകം വിളിക്കും. പ്രത്യേക സ്വരം തിരിച്ചറിയുന്ന ആടുകൾ അവരുടെ യജമാനനെ അല്ലെങ്കിൽ ഇടയനെ അനുഗമിക്കുന്നു. ഈ ഒരു പ്രതീകം വെച്ചിട്ട് ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും, എനിക്കവരെ അറിയാം. ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് ക്രിസ്തുവിന് അവിടുത്തെ ജനത്തോടുള്ളത്. അവിടുത്തെ ജനം അവിടുത്തെ സ്വരം ശ്രവിക്കും എന്ന് പറയുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു പൊള്ളല് നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണോ? യഥാർത്ഥത്തിൽ വേണ്ടത്ര ശ്രവിക്കുന്നുണ്ടോ? അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഈശോ പറയുന്നു, അവനെന്ന് അവിടുത്തെ വാക്കുകളിൽ വിശ്വസ്തനാണ്, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. ഈശോ തൻ്റെ മരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ, കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് ജീവൻ നൽകുന്നവനായി ഇന്നും നമ്മളോടൊത്ത് വസിക്കുന്നവനായി നിലനിൽക്കുന്നു. ക്രിസ്തുവിൻ്റെതായി തീരാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു ജനസമൂഹമാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർ പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ദേശക്കാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളവരാണെന്ന് പറയുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ കൈകളിൽ കുരുത്തോലയുണ്ട്. അവര് വലിയ ഞെരുക്കത്തിലൂടെ കടന്നു വന്നവരാണ് എന്ന് പറയപ്പെടുന്നു. അവരുടെ വസ്ത്രങ്ങളെല്ലാം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അവർ കഴുകി വെളുപ്പിച്ചവരാണ് എന്ന് പറയും. ആ കുഞ്ഞാടിൻ്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. ഇത് വിജയസഭയുടെ ഒരു പ്രതീകം കൂടിയാണ്, നിത്യജീവന്റെ ഒരു പ്രതീകമാണ്. വാസ്തവത്തിൽ വെളിപാടിൻ്റെ പുസ്തകം രചിക്കപ്പെട്ടത് ആദിമസഭയിൽ ഒത്തിരിയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ജനത്തിന് ഈ സഹനങ്ങളുടെയൊക്കെ അർത്ഥം, അതിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുവാൻ ദൈവത്താൽ പ്രചോദിതനായി വെളിപാടിൻ്റെ പുസ്തകം യോഹന്നാൻ എഴുതി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ഇതിൽ വലിയൊരു ജനസമൂഹമുണ്ട്. അവരെല്ലാവരും ഈശോയുടെ, കർത്താവിൻ്റെ ആടുകളാണ്, അവൻ്റെ സ്വരം ശ്രവിച്ചവരാണ് എന്നുള്ളതാണ്. അവർ വിജയാളികളായിട്ടാണ് കൈകളിൽ കുരുത്തോലയും ഏന്തി നിൽക്കുന്നത്. അവരെന്തിൽ നിന്നാണ് വിജയം സ്ഥാപിച്ചത്? അവര് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, അവരുടേതായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിച്ച്, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ അതിജീവിച്ച് അവർ വിജയികളായി. അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകേണ്ട ഞെരുക്കങ്ങള്, സഹനങ്ങള്, മറ്റുള്ളവർക്ക് വേണ്ടി അവർ പീഡനങ്ങൾ സ്വയം അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുത്തതാവാം, മറ്റുള്ളവർ അവരെ പീഡിപ്പിച്ചതാവാം, ജീവിത വിശുദ്ധിക്ക് വേണ്ടി എടുത്ത ത്യാഗങ്ങളുടെ ഞെരുക്കമാവാം. അങ്ങനെ പല ഞെരുക്കങ്ങളിലൂടെ കടന്നു വന്നവരാണവർ. പിന്നീടൊന്ന് അവരുടെ വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെളുപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം, അവിടെ നിന്ന് ചിന്തിയ തിരുരക്തം, അതെല്ലാം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അതിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കൂദാശകളെല്ലാം, നിരന്തരമായ കൂദാശയുടെ സ്വീകരണവും ഒക്കെ ഇതിൽ പ്രതീകമായി നിറഞ്ഞു നിൽക്കുന്നു. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച, അവിടത്തെ അനുഗമിച്ച വലിയൊരു ജനസമൂഹമാണ് ഇപ്പോൾ
സ്വർഗത്തിൽ വിജയശ്രീലാളിതനായി കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത. നല്ല ഇടയൻ്റെ നല്ല ആട്ടിൻപറ്റം. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. കർത്താവിൻ്റെ നല്ല ആടുകളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് നാളിതുവരെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ എന്താണ്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി അവൻ്റെ ആട്ടിൻപറ്റത്തിന്, ആടുകൾക്ക് ചേർന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്? നിരന്തരമായിട്ടുള്ള നമ്മുടെ കൗതാശികപരമായിട്ടുള്ള ജീവിതം എവിടെയാണ്, എങ്ങനെയാണ്, എന്തുമാത്രം വിശുദ്ധി, എന്തുമാത്രം ഒരുക്കത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാൻ, അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടാൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ട്. വചനജായ 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 വചനജായ